ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു യുദ്ധം ഏകദേശം അവസാനിക്കുന്ന ആ ഒരു സ്റ്റേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലും മറ്റൊരു പേടി ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് ഇനി ഇസ്രായേൽ ഹിസ്ബുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ ലെബനൻ എന്ന് പറയുന്ന ആ ഒരു യുദ്ധം എത്രയും പെട്ടെന്ന് തുടങ്ങാൻ സാധ്യതകൾ കൂടുതലാണ് എന്നാണ് ജിയോ പൊളിറ്റിക്സ് എക്സ്പേർട്സ് എല്ലാം പറയുന്നത്. അപ്പോൾ ഇത് വെറും പറച്ചിൽ മാത്രമല്ല, ഈവൻ USA, ഫ്രാൻസ്, UK, കാനഡ, ഈവൻ സൗദി അറേബ്യ പോലും അവരുടെ സിറ്റിസനെല്ലാം തന്നെ ഇതേ ലെബനിൽ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിക്കോ, അവിടെ ഇനി നമ്മുടെ ആരുടെയും സിറ്റിസനോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഒന്നും തന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അതായത് ഏത് സമയം വേണമെങ്കിലും അവിടെ ഒരു യുദ്ധം ഉണ്ടാവാൻ സാധ്യതകൾ കൂടുതലാണ്. ഒരു വാർണിംഗും ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ള വാർണിംഗുകളെല്ലാം കൊടുക്കുന്നത് അതായത് ഒരു യുദ്ധത്തിന്റെ മുന്നിലായിരിക്കും. അതായത് യുദ്ധം വരുമെന്ന് അതായത് ഇപ്പോൾ വ്യൂവേഴ്സിനെക്കാട്ടിലും എത്രയും കൂടുതൽ അറിയുന്നത് ഈ രാജ്യങ്ങൾക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെയുള്ള ഒരു വാർണിംഗ് മുൻപേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അതായത് ഇസ്രായേൽ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ ഒരു യുദ്ധം വരികയാണെങ്കിൽ അതായത് ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു യുദ്ധത്തിനെക്കാട്ടിലും 10 ഇരട്ടി വീര്യം കൂടിയ ഒരു യുദ്ധമായിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അതായത് ഇവർ രണ്ടും യുദ്ധം ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ലോകരാജ്യങ്ങൾക്ക് ഉണ്ടാവാൻ പോവുക, അതുപോലെ തന്നെ അതായത് ഈ ഒരു യുദ്ധത്തിൽ വീണ്ടും ഇസ്രായേൽ ജയിക്കാൻ സാധ്യതകളുണ്ടോ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്, അതായത് ഇവർ രണ്ടുപേരിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഇപ്പൊ വീഡിയോ തുടർന്ന് കാണുക. ഇപ്പൊ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് ഫോം ചെയ്തത്, അതുപോലെ തന്നെ ഈ ലോകം ഹിസ്ബുള്ളനെ രണ്ടായിട്ടാണ് കാണുന്നത്. ഒന്ന് അതായത് ഈ ലെബനന്റെ ഉള്ളിലെല്ലാം തന്നെ ആൾക്കാരെല്ലാം തന്നെ ഈ ഹിസ്ബുള്ളനെ വേറൊരു രീതിയിലാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ജിയോ പൊളിറ്റിക്സ് എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ അവർ വേറെ രീതിയിലാണ് ഈ ഹിസ്ബുള്ളനെ കാണുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ ഒരു വാക്കിന്റെ അർത്ഥം പാർട്ടി ഓഫ് ഗോഡ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഹിസ്ബുള്ളനെ അതായത് ലെബനന്റെ ഉള്ളിൽ ഈ ഹിസ്ബുള്ളയ്ക്ക് വലിയൊരു ഫാൻ ബേസ് ഉണ്ട് എന്ന് തന്നെ പറയാം. അതായത് ഈ ലെബനൻ ഇലക്ഷനിലെല്ലാം നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ 1992 ഇലക്ഷൻ തൊട്ടേ ഇവര് അവിടെ നിന്ന് ഇലക്ഷനെല്ലാം ജയിക്കുകയും ഏകദേശം 5ഉം 6ഉം സീറ്റെല്ലാം തന്നെ ഇവര് എല്ലാ ഇലക്ഷനിലും ജയിക്കാറുമുണ്ട്. അതുപോലെ തന്നെ എല്ലാ മിനിസ്ട്രിയിലും ഇവരുടെ ഒരു മന്ത്രി എങ്ങാനും ഉൾപ്പെടാറുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു സ്ട്രോങ് പാർട്ടിയാണ് ഈ ലെബനൻ എന്ന് പറയുന്ന ഈ രാജ്യത്തിൽ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ. അത് മാത്രമല്ല ഈ ലെബനൻ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിന്റെ ഷിയ മുസ്ലിം പിരിവിനെ മൊത്തം റെപ്രസെന്റ് ചെയ്ത് ഒരു വലിയൊരു ഓർഗനൈസേഷൻ കൂടിയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇത്. അപ്പോൾ ഇവരൊരു മിലിറ്ററി ഓർഗനൈസേഷനാണ്, അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഏകദേശം 1.5 ലക്ഷത്തിലും അധികം അതായത് മിലിറ്ററി സോൾജേഴ്സ് തന്നെ അതായത് ഇവരുടെ ഓർഗനൈസേഷനിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രമാത്രം വലിയൊരു ഓർഗനൈസേഷൻ കൂടിയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ. പക്ഷേ ഔട്ട്സൈഡ് ലെബനൻ അതായത് ലെബനൻ വിട്ട് പുറത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രാജ്യങ്ങളും ഇതിനെ വേറെ രീതിയിലാണ് കാണുന്നത്. അതായത് ഈ USA, UK, അതുപോലെ തന്നെ ഫ്രാൻസ്, ഇറ്റലി, യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷനെ ഒരു തീവ്രവാദി സംഘടനകളായിട്ടാണ് അവർ ഡിക്ലെയർ ചെയ്യുന്നതും അതുപോലെ തന്നെ അവരങ്ങനെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് അവർ ഡയറക്റ്റ് സഹായങ്ങളൊന്നും തന്നെ അതായത് ഇവരുമായിട്ട് ഒരു ട്രേഡോ അങ്ങനെ ഒരു കാര്യത്തിലും ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷനുമായിട്ട് ഒരു ടോക്ക് പോലും അവർ നടത്തില്ല. കാരണം അവരെല്ലാം തന്നെ ഒരു തീവ്രവാദി സംഘടനയായിട്ടാണ് ഈ ഹിസ്ബുള്ളനെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരങ്ങനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ അതായത് ഇറാന്റെ ഒരു പ്രോക്സി റെസിസ്റ്റന്റ് ഗ്രൂപ്പ് ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. പറയുന്നതിൽ കുറെ കാരണമുണ്ട്. അതായത് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ തീവ്രവാദി സംഘടന എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷനെ കൂടുതലും ഫണ്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ വെപ്പൺസ് എല്ലാം കൊടുക്കുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹിസ്ബുള്ള 1980കളിലാണ് ഇവർ ആദ്യമായിട്ട് ഫോം ആവുന്നത്. അപ്പോൾ അങ്ങനെ ഫോം ആവാനുള്ള പ്രധാന കാരണം ഇതേ ഇസ്രായേലും ഇതേ അമേരിക്കയെല്ലാം തന്നെയാണ്. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ലെബനൻ ഈ മിഡിൽ ഈസ്റ്റിലുള്ള മാക്സിമം രാജ്യങ്ങളിലെല്ലാം തന്നെ അതായത് അമേരിക്കന്റെയും UK-ന്റെയും എല്ലാം തന്നെ മിലിറ്ററി ബേസുകളെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം നടത്തുകയാണെങ്കിൽ അതായത് ഇസ്രായേലിനെതിരെ ഏതെല്ലാം രാജ്യങ്ങൾ ആക്രമിക്കുന്നോ ആ രാജ്യങ്ങളെല്ലാം തന്നെ അതായത് ഇതേ അമേരിക്കന്റെ മിലിറ്ററി ക്യാമ്പേഴ്സ് എല്ലാം ഉപയോഗിച്ചിട്ടായിരുന്നു അവരെല്ലാം തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള അറ്റാക്കുകൾ ആദ്യം ചെറിയ ചെറിയ ഫൗണ്ടേഷൻസ് എല്ലാം സ്റ്റാർട്ട് ആയിരുന്നു. അങ്ങനെ 1980 ആയപ്പോൾ തന്നെ ഈ ലെബനൻ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ സിവിൽ വാർ ഉണ്ടാവുകയാണ്. അങ്ങനെ 1975 ടു 1992 ആ ഒരു കാലത്തിന്റെ ഇടയ്ക്കാണ് ഈ ഒരു ഓർഗനൈസേഷൻ ആദ്യമായി ഫോം ആവുന്നതും അവിടെ നിന്ന് മെല്ലെ മെല്ലെ ഡെവലപ്പ് ആവുന്നതും. അപ്പോൾ ഈ ഒരു ഗ്യാപ് ഫ്രെയിം എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ലെബനൻ വാറും ഇതിന്റെ ഇടയ്ക്കാണ് സംഭവിക്കുന്നത്. അതായത് 1980-82 ആ ഒരു കാലഘട്ടങ്ങളിലാണ് ആദ്യത്തെ ലെബനൻ വാർ നടക്കുന്നതും. അപ്പോൾ ആ ഒരു സമയത്ത് അതായത് ഇസ്രായേലിനെതിരെയും അതുപോലെ തന്നെ അപ്പോൾ ലെബനൻ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം ആദ്യം ഫ്രാൻസിന്റെ കയ്യിലായിരുന്നു, പിന്നെയാണ് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. അപ്പോൾ ആ ഒരു സമയത്ത് ഫ്രാൻസിന്റെ എയർബേസും അതുപോലെ തന്നെ മിലിറ്ററി ബേസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ മിലിറ്ററിയിലെല്ലാം തന്നെ അവിടുന്ന് അടിച്ചോടിക്കാനൊക്കെ കൂടി
ഫോം ചെയ്ത് അതുപോലെ തന്നെ ഷിയ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു മുസ്ലിമിനെ റെപ്രസെന്റ് ചെയ്യാനും കൂടിയുള്ള ഒരു വലിയൊരു ഫോർമേഷൻ ആയിരുന്നു ഈ ഒരു ഹിസ്ബുള്ള എന്ന് പറയുന്ന ഇത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 1.5 ലക്ഷത്തോളം അത് ആർമി ട്രെയിൻഡ് പേഴ്സൺസ് ഇന്ന് ഹിസ്ബുള്ളയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കാണാത്തവർക്ക് താഴെ കൊടുക്കാൻ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. 1970-കളിലായിരുന്നു അതായത് ഇറാൻ ഒരു ഷിയ മുസ്ലിം രാജ്യമായി മാറുന്നതും അതുപോലെ തന്നെ ആ ഒരു സമയത്തായിരുന്നു അതായത് അന്നത്തെ ആയതുള്ള കൊമേനി എന്ന് പറഞ്ഞ അദ്ദേഹം ഫുൾ ആയും കൺട്രോൾ എടുക്കുന്നത്. അപ്പോൾ ഇറാനിൽ ഇങ്ങനെ ഒരു ഇസ്ലാമിക് റവല്യൂഷൻ വന്നതിന് ശേഷം ലോകത്തെ ഏതെല്ലാം രാജ്യങ്ങൾ അതായത് ഷിയ ഗ്രൂപ്പ്സ് കൂടുതലായും താമസിക്കുന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫണ്ടോ അല്ലെങ്കിൽ വെപ്പൺസോ ആവശ്യം വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യം തന്നെയായിരുന്നു. അതായത് അവർക്ക് മിലിറ്ററി വെപ്പൺസ് വേണമെങ്കിൽ അത് അയച്ചു കൊടുക്കും, ഫണ്ട് വേണമെങ്കിൽ അത് കൊടുക്കും. ഇങ്ങനെ തന്നെയാണ് അതായത് ഹമാസിനും കൂടുതൽ വെപ്പൺസ് എല്ലാം കൊടുത്തുകൊണ്ടിരുന്ന ഇതേ ഇറാൻ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറാന്റെ പ്രോക്സി ആയിട്ടാണ് ഇതിനെല്ലാം കാണുന്നത്. അപ്പോൾ ഇറാന്റെ പ്രോക്സി ആയിട്ട് ഇത് മാത്രമല്ല അതായത് ഹൗദി ഉണ്ട്, അതുപോലെ തന്നെ ഹമാസ്, ഹിസ്ബുള്ള ഇങ്ങനെയുള്ള കുറെ പ്രോക്സി ആയിട്ടും ഇറാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാതെ ഏതെങ്കിലും രാജ്യത്തിനെ ആക്രമിക്കണമെങ്കിൽ ഇറാൻ ഈ പ്രോക്സിനായിരിക്കും ആദ്യം സെൻഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു പ്രോക്സി ഗ്രൂപ്പും കൂടിയാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ്. 2006 ആയി കഴിഞ്ഞപ്പോൾ അതായത് വീണ്ടും സെക്കൻഡ് ലെബനീസ് വാർ നടക്കുന്നു, അതായത് 2006-ൽ. പക്ഷേ ഈ ഒരു ലെബനീസ് വാറിൽ വെറും 34 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു വാർ 34 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവസാനിച്ചു. അപ്പോൾ അതിനുശേഷം അതായത് പിന്നീട് ചില അറ്റാക്കുകളെല്ലാം നടന്നെങ്കിലും പിന്നീട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ അറ്റാക്ക് നടത്തി 2023 ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആ ഒരു അറ്റാക്കാണ്. അപ്പോൾ ഒക്ടോബർ 7-ന് നടത്തിയ ഈ ഒരു അറ്റാക്ക് ഇസ്രായേലിന്റെ ഡാമേജ് തന്നെ അതായത് ഇസ്രായേലിന്റെ ഡാമേജ് ആരും വിചാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിരുന്നു. കാരണം അവിടെയുള്ള ഗവൺമെന്റിനെ തന്നെ അവിടെയുള്ള അതായത് ആൾക്കാരെല്ലാം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ അയൺ ഡോമിനെ വരെ പലരും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത്രമാത്രം വലിയൊരു വീഴ്ചയായിരുന്നു അന്ന് ഇസ്രായേലിന് സംഭവിച്ചത്. ആ ഒരു ദേഷ്യം കൊണ്ടാണ് ഇസ്രായേൽ ഏകദേശം ഈ ഒരു 8 മാസമായിട്ട് ഈ ഒരു യുദ്ധം തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതായത് പാലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു യുദ്ധം ഏകദേശം അവസാനിക്കുന്ന ആ ഒരു സ്റ്റേജിലോട്ട് ഇപ്പോൾ ഇസ്രായേൽ എത്തിച്ചിരിക്കുന്നു. അതായത് ഹമാസ് എന്ന് പറയുന്ന അവരുടെ ഗ്രൂപ്പിൽ ഇനി വളരെ കുറച്ച് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അതും ഏകദേശം ഇസ്രായേലിന്റെ കൺട്രോളിൽ തന്നെയാണ് ഇപ്പോൾ റാഫ. ഏകദേശം ഇനി ഉഗ്രമായിട്ട് ഒരു ആക്രമണം വേണ്ട, അതായത് സ്ട്രൈറ്റ് ആയിട്ടും അതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് നമുക്ക് ആരെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത് അവരെ മാത്രം അറ്റാക്ക് ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിൽ ഇപ്പോൾ ഇസ്രായേലും എത്തിയിട്ടുണ്ട്. കാരണം അവർക്കും ഈ യുദ്ധം കൊണ്ട് കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫേസ് എത്തിക്കഴിഞ്ഞപ്പോഴാണ് പലരും വിചാരിക്കുന്നത് അതായത് ഇസ്രായേൽ എന്തായാലും അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ നമ്മൾ പണ്ടുതൊട്ടേ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് അവർക്ക് ചുറ്റോട് ചുറ്റും ശത്രുക്കളുള്ള രാജ്യമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. പക്ഷേ എങ്കിൽ പോലും അവർ നടത്തിയ യുദ്ധത്തിലെല്ലാം തന്നെ അവർ മാക്സിമം ജയിച്ചിട്ടുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇസ്രായേൽ എപ്പോഴും അതായത് 1000 സ്ഥലത്ത് നിന്ന് അറ്റാക്ക് വന്നു കഴിഞ്ഞാലും അവർ അതിൽ മാക്സിമം അതായത് അവരുടെ ഫോക്കസ് എവിടെയാണോ അതിലാണ് അവർ മാക്സിമം ടാർഗറ്റ് ചെയ്യുക. അല്ലാണ്ട് മറ്റു രാജ്യത്തു നിന്നെല്ലാം ചെറിയ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിലൊരു 2-3 അറ്റാക്കുകളെല്ലാം ചെയ്തിട്ട് അവരവിടെ നിർത്തി വീണ്ടും അവർ ആ മെയിൻ അറ്റാക്കിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇത്. അപ്പോൾ ഇതുകൊണ്ടാണ് പലരും വിചാരിക്കുന്നത് അതായത് ഈ ഗാസ യുദ്ധത്തിൽ അതായത് ഇസ്രായേൽ ഒരു എൻഡ് കാർഡ് വരികയാണെങ്കിൽ പിന്നീട് ഈ ഇസ്രായേൽ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ ഒരു യുദ്ധം തുടങ്ങുമോ എന്നാണ് പലരുടെയും ചോദ്യം. അപ്പോൾ അതാണ് നമ്മൾ ഇനി ഒരു ക്രൂഷ്യൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ റീസെന്റ് ആയിട്ട് ഇസ്രായേലിന്റെ ഉള്ള അതായത് മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ ഡിഫൻസ് മിനിസ്റ്റർ ഒക്കെ പറഞ്ഞത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അതായത് ഇസ്രായേൽ എന്തിനും റെഡിയാണ്. അതായത് ഈവൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ റീസെന്റ് ആയി അറിയിച്ചിരിക്കുന്നത് അതായത് ലെബനിൽ നിന്ന് അതായത് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആക്രമണം വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ വീണ്ടും റിറ്റാലിയേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 50 വർഷം അതായത് ഹിസ്ബുള്ള ബാക്കിലോട്ട് പോകേണ്ടി വരും. അതുപോലെ തന്നെ ലെബനൻ എന്ന് പറയുന്ന രാജ്യം 50 വർഷം പിന്നിലോട്ട് പോകേണ്ടി വരും. അത്രമാത്രം അതായത് അതിതീവ്രമായ ആക്രമണമായിരിക്കും ഞങ്ങൾ നടത്താൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവരെപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ ഗാസയുടെ അവസ്ഥ പോലെ തന്നെ അവർ ലെബനൻ ആക്കി മാറ്റും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഹിസ്ബുള്ളയും പറഞ്ഞിരിക്കുക അതായത് ഞങ്ങളും അങ്ങനെ നോക്കി നിൽക്കില്ല, അതായത് ഞങ്ങളും തിരിച്ചടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം അതായത് അവിടെയുള്ള ജനങ്ങളായിക്കോട്ടെ അതുപോലെ തന്നെ ഗവൺമെന്റ് ആൾക്കാരായിക്കോട്ടെ എപ്പോഴും വാറിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഉള്ള ആൾക്കാരാണ്. അതായത് അവർക്ക് ഒരു വാർ കഴിഞ്ഞാൽ അടുത്ത വാർ ഏത് നിമിഷം വരാമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ യുദ്ധമൊന്നും അധികം അതായത് പുത്തിരിയുള്ള കാര്യമല്ല. അപ്പോൾ ഈ ഒരു യുദ്ധത്തിന് വേണ്ടി അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഞങ്ങളും അഡ്വാൻസ്ഡ് ആയി പ്രിപ്പയർഡ് ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും എല്ലാവിധ സ്ട്രാറ്റജീസും അതുപോലെ തന്നെ പ്ലാനിങ് എല്ലാം ഞങ്ങൾ ഒരുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രൊസീജിയർ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ പലരും പേടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇത് ഇസ്രായേൽ ഗാസ എന്ന് പറയുന്ന ആ ഒരു യുദ്ധം പോലെ അത്ര എളുപ്പത്തിൽ തീരില്ല. കാരണം ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ ഏകദേശം 1.5 ലക്ഷക്കാരോളം അതിനുണ്ട്. അതുപോലെ തന്നെ 1.5 ലക്ഷം മിസൈൽസ് ഉണ്ട് ഇവരുടെ കയ്യിൽ. അതുപോലെ തന്നെ ഗൈഡഡ് മിസൈൽസ് അങ്ങനെ അതായത് ഹമാസിനെ വെച്ച് നോക്കുമ്പോൾ ഇവര് അങ്ങനെ അഡ്വാൻസ്ഡ് ലെവലിൽ പോവുകയാണ്. പക്ഷേ ഇസ്രായേലിന് അത്ര അഡ്വാൻസ്ഡും അല്ല. അപ്പോൾ ഇതുകൊണ്ട് അതായത് ഈ ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ അതായത് ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധം പോലെയല്ല, അതായത് ഇത് അതിലും നീണ്ടു പോകാനും അതുപോലെ തന്നെ കാഷ്വാലിറ്റീസും ഡെത്ത്സ് എല്ലാം തന്നെ കൂടാനും സാധ്യതകൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് പലരും ഇതിനെ അവോയ്ഡ് ചെയ്യാനും പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്?
താഴെ കമന്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.